ഹായ്, ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര സമാന്തര ശ്രേണിയും ബീജഗണിതവും. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ 63ാമത്തെ പേജിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ, 5ഉം 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് പഴയ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഇൻ ദ അരിത്മെറ്റിക് സീക്വൻസ് 4, 7, 10 എക്സെട്ര ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ടേംസ് ആർ ഓൾസോ ടേംസ് ഓഫ് ദ സീക്വൻസ്. ഈ സമാന്തര ശ്രേണിയിലെ, അതായത് 4, 7, 10 പിന്നെ 13 അങ്ങനെ തുടർന്ന് പോകുന്ന ഈ സമാന്തര ശ്രേണിയിലെ ഈ ടേംസിൻ്റെ എല്ലാം, ഈ 4, 7, 10 എന്ന് പറയുന്ന ആ ടേംസിൻ്റെ എല്ലാം സ്ക്വയറുകളും വർഗങ്ങളും ഈ സീക്വൻസിലെ തന്നെ ടേംസ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ സീക്വൻസ്, അരിത്മെറ്റിക് സീക്വൻസ് 4, 7, 10, 4, 7, 10 എക്സെട്ര ആണ്. ഇതിലെ ഫസ്റ്റ് ടേം ഞാൻ x1 എന്ന് എടുക്കുന്നു, ഈക്വൽ ടു 4 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 7 - 4 3 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ nth ടേം കണ്ടുപിടിക്കാം. xn ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു d ഈക്വൽ ടു x1 4 ആണ്, 4 പ്ലസ് n-1 ഇൻറ്റു 3 ഈക്വൽ ടു 4 പ്ലസ് 3n - 3. ഒക്കെ ഒരുപാട് ചെയ്തതാണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈക്വൽ ടു 3n പിന്നെ 4 - 3 3n + 1 എന്ന് നമുക്ക് ഇതിൻ്റെ nth ടൈം കിട്ടി. ഇത് നമ്മൾ നോക്കേണ്ട, ഈ nth ടൈമിന് n-ന് ഏതെങ്കിലുമൊക്കെ വാല്യൂ കൊടുത്താൽ നമുക്ക് ഈ 4, 7, 10, 13 എക്സെട്ര അങ്ങനെയുള്ളതിൻ്റെ സ്ക്വയേഴ്സ് ആയിട്ട് കിട്ടുമോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്ക്വയേഴ്സ് ഈ സീക്വൻസിലുണ്ടാവും. അപ്പോൾ അത് എത്രാമത്തെ ടേം ആയിരിക്കും? അപ്പോൾ n-ന് ഏത് വാല്യൂ കൊടുക്കണം എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ ആൻസർ വെച്ചിട്ട് n ഏതെങ്കിലും വാല്യൂ കൊടുത്താൽ അത് ശരിയാകുമോ എന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ എത്രാമത്തെ ടേമാണ് ഇതിൻ്റെ സ്ക്വയർ ആയിട്ട് വരിക എന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ xn nth ടേം, n-ാം പദം 3n + 1 ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത്, n-ന് ഏതെങ്കിലുമൊക്കെ വാല്യൂ കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ കിട്ടുമായിരിക്കും. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് വാല്യൂ കൊടുക്കണം നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നു, 3n + 1 ഈക്വൽ ടു, നമുക്ക് നോക്കേണ്ടത് ഈ 4ൻ്റെ സ്ക്വയർ കിട്ടുമോ എന്നാണ്. ഇപ്പോൾ 4ൻ്റെ സ്ക്വയർ 16, 3n + 1 ഈക്വൽ ടു 16 ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ 3n ഈക്വൽ ടു 16 - 1 ഈക്വൽ ടു 15 ആണ്. അപ്പോൾ 3n ഈക്വൽ ടു 15 ആണ്. therefore n ഈക്വൽ ടു 15/3 ആണ്, ഈക്വൽ ടു 5 ആണ്. അതായത് n-ന് 5 എന്നുള്ള വാല്യൂ കൊടുത്താൽ, അതായത് x5 എന്ന ഈക്വൽ ടു അത് 16 ആണ്, അത് ഈക്വൽ ടു ഈ 4ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഈ 4 എന്നതിൻ്റെ വർഗം സ്ക്വയറായ ആ ടേം, ആ 16 എന്ന ടേം ഈ സീക്വൻസിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി വീണ്ടും 3n + 1 ഈക്വൽ ടു നമ്മളുടെ 7ൻ്റെ സ്ക്വയർ ആകുന്നു നോക്കുന്നു, 49. അപ്പോൾ 3n ഈക്വൽ ടു 49 - 1, 3n ഈക്വൽ ടു 48, n ഈസ് ഈക്വൽ ടു 40/3 ഈക്വൽ ടു 16 ആണ്. അപ്പോൾ ഇതിൻ്റെ 16th ടേം x16 ഈക്വൽ ടു അത് 7 സ്ക്വയർ ആണ്. അപ്പോൾ 7ൻ്റെയും വർഗം ഇതിലെ ഒരു ടേം. ഇനി നമുക്ക് 10ന് സ്ക്വയർ നോക്കാം. 3n + 1 ഈക്വൽ ടു 100, 10 സ്ക്വയർ ആണ്. അപ്പോൾ 3n ഈക്വൽ ടു 100 - 1 ഈക്വൽ ടു 99 ആണ്. therefore n ഈസ് ഈക്വൽ ടു 99/3 ഈക്വൽ ടു 33 ആണ്. അപ്പോൾ x33 ഈക്വൽ ടു 33ാമത്തെ ടൈം, 33 × 3 + 1 അത് 100 ആണ്, ഈക്വൽ ടു 10 സ്ക്വയർ ആണ്. ഇനി അടുത്ത ടൈം ഇവിടെ വരുന്നത് 13 ആണ്. അപ്പോൾ 3n + 1 ഈക്വൽ ടു 13ൻ്റെ സ്ക്വയർ 169 നമ്മൾ നോക്കും. അപ്പോൾ 3n ഈക്വൽ ടു
169 മൈനസ് 1 168 n ഈക്വൽ ടു 168/3 ഈക്വൽ ടു നമുക്ക് 56 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ 56ാമത്തെ പദം x56 ഈക്വൽ ടു അത് 13 സ്ക്വയർ ആണ്. അപ്പം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിലെ ടേംസ്, അതായത് x5 അതുപോലെ x16 ടേം, അതുപോലെ x33 x56 എക്സെട്ര, അതെല്ലാം ഈ 4 7 10 13 എന്നിങ്ങനെ വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ ഇതിലെ സ്ക്വയേഴ്സ് തന്നെ ഇതിലെ ഒരു ടേം ആണ്. In this arithmetic sequence 4 7 10 etc. the squares of all terms are also terms of this sequence. ഇനി ഇതിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ, prove that the arithmetic sequence 5 8 11 etc. does not contain any perfect square. ഈ 5 8 11 എന്ന് പറയുന്ന സീക്വൻസിൽ, ആ അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയിൽ അതിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നുമില്ല എന്ന് വേണം പ്രൂവ് ചെയ്യാൻ. ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സീക്വൻസ് 5 8 11 എക്സ്. അപ്പോൾ ഫസ്റ്റ് ടൈം x1 അല്ലെങ്കിൽ a ഈക്വൽ ടു 5 ആണ്. അതുപോലെ കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 8 മൈനസ് 5 3 ആണ്. നമുക്ക് ഇതിൻ്റെ nth ടൈം കണ്ടുപിടിക്കാം. xn ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 എന്നുള്ളത് നമ്മളോട് x1 എടുത്തു. x1 പ്ലസ് n മൈനസ് 1 ഈക്വൽ ടു 5 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 3 ഈക്വൽ ടു 5 പ്ലസ് 3n മൈനസ് 3 ഈക്വൽ ടു 3n പ്ലസ് 2 എന്നാണ് നമുക്ക് കിട്ടും nth ടൈം. ഇനി ഇവിടെ നോക്കേണ്ട കാര്യം, ഇവിടുത്തെ nth ടൈം 3n പ്ലസ് 2 ആണ്. അപ്പം ഇതിലെ ഏത് ടൈമിനെയും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 2 കിട്ടും. ഇതിൽ നമ്മൾ 5നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 1 × 3 3 റിമൈൻഡർ 2 കിട്ടും. അതുപോലെ 8 ചെയ്താൽ, അതാണ് 3n പ്ലസ് 2, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ 2 ഇവിടെ മിച്ചം വരണം. അതുപോലെ നമ്മൾ 8 ചെയ്ത് നോക്കിയാൽ 8 ഡിവൈഡ് ബൈ 3 ചെയ്താൽ ഇവിടെ നമുക്ക് 2 കിട്ടും. 2 × 3 6, വീണ്ടും റിമൈൻഡർ 2 കിട്ടും. അങ്ങനെ ഇതിൻ്റെ nth ടൈം എന്ന് മനസ്സിലാവുന്നതാണ്. അപ്പോൾ 2 മാറ്റി വെച്ചാൽ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിലെ ടൈമിനെ എല്ലാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2 റിമൈൻഡർ കിട്ടണം. അപ്പോൾ ഇവിടെ നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ 1 4 9 16 അങ്ങനെയുള്ളൊരു, ഇതിനെ ഈ പൂർണ്ണവർഗ സംഖ്യകളെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചാൽ ഒരിക്കലും സിസ്റ്റം 2 കിട്ടൂല. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പേഴ്സ് ഇതിനകത്ത് ഉണ്ടാവില്ല. 1നെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചാലും നമുക്ക് സിസ്റ്റം അവിടെ 1 വരുള്ളൂ. 4നെ 3 കൊണ്ട് ഹരിച്ചാലും നമുക്ക് ഇവിടെ റിമൈൻഡർ 1 ആണ് കിട്ടുക, ഇവിടെയും റിമൈൻഡർ 1 കിട്ടുള്ളൂ. ഇനിയിപ്പോൾ 9നെ 3 കൊണ്ട് ഹരിച്ചാൽ അവിടെ റിമൈൻഡർ 2 കിട്ടൂല, റിമൈൻഡർ ഉണ്ടാവില്ല. അങ്ങനെ ഈ ശ്രേണിയുടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടൈം വെച്ച് നോക്കിയാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2 റിമൈൻഡർ കിട്ടണം. ഈ പെർഫെക്റ്റ് സ്ക്വയറുകളെ ഒന്നും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2 റിമൈൻഡർ കിട്ടൂല. അതുകൊണ്ട് തന്നെ ഈ നമ്പേഴ്സ് ഒന്നും ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേംസ് ആവില്ല. അപ്പോൾ ഇതിനകത്ത് പൂർണ്ണവർഗങ്ങൾ ഒന്നുമില്ല എന്ന് നമുക്ക് പറയാം. ഇഫ് യു ഡിവൈഡ് the terms in this series by 3, we get a remainder of 2. But if you divide the perfect squares of 1 4 9 and 16 etc., we don't get a remainder of 2. So there are no perfect squares in this series 5 8. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഈ 1 4 9 16 25 36 അങ്ങനെ പോകുന്ന ആ സീക്വൻസിലെ, അതായത് പെർഫെക്റ്റ് സ്ക്വയറിന്റെ സീക്വൻസിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2 റിമൈൻഡർ കിട്ടൂല. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന 5 8 11 എന്നുള്ള പ്രോഗ്രഷനിൽ ഈ സീക്വൻസിൽ അതിൻ്റെ nth ടൈം 3n പ്ലസ് 2 ആണ്. അപ്പോൾ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ കിട്ടണം. അപ്പോൾ ഈ പറഞ്ഞ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും ഈ
സീക്വൻസ് ഉണ്ടാവില്ല. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അത് നമ്മൾ ചെയ്തു വെച്ചു.